നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ പോകുന്നതൊരു ചടങ്ങാണ്. എന്നാൽ ഇത്തവണത്തെ വിസിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കൊടും ചൂടും സഹിച്ച് ഈ സ്റ്റേജിന് മുന്നിലിരിക്കുന്നതിനൊരു കാര്യമുണ്ട്. ഇന്ന് എൻ്റെ ചേച്ചിയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട് ഇവിടെ. അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയതാണ്. ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. ഞാനും സനിയും കിഡ്സും ഉണ്ട്, പിന്നെ ചേച്ചിയും കുട്ടികളും ഉണ്ട്. പണ്ട് എന്നെയും എൻ്റെ ചേച്ചീനെയും കൂടി ഞങ്ങളുടെ അച്ഛൻ ഒരുമിച്ചാണ് ഡാൻസ് പഠിക്കാൻ കൊണ്ട് ചേർത്തത്. ഞങ്ങളാക്കിയിട്ട് അച്ഛൻ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. അപ്പോൾ അച്ഛൻ തിരിച്ചു വരുന്നത് ഈ ഡാൻസ് ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ്. അപ്പോൾ അച്ഛൻ തിരിച്ചു വരുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണമെന്ന്. ടീച്ചർ പറഞ്ഞു ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നാളെ നന്നായിട്ട് കളിച്ച് കാണിക്കണം എന്നും പറഞ്ഞിട്ട് ടീച്ചർ എന്നെ അച്ഛൻ്റെ കൂടെ വിട്ടു. നെക്സ്റ്റ് ഡേ എൻ്റെ പെർഫോമൻസ് കണ്ട ടീച്ചർ എന്നോട് ചോദിച്ചു, നീ എന്താ കോഴി പിടിക്കാൻ പോവുകയാണോ? അന്ന് തീർന്ന തിരുമേനി എൻ്റെ ഡാൻസ് കൊടുത്തു. പക്ഷേ ചേച്ചിക്ക് ഡാൻസ് വളരെ ഇഷ്ടമാണ്. ചെറുപ്പത്തിലേ നന്നായി കളിക്കും, ഒരുപാട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്, പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറേ നാളായി ചേച്ചിയുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണ ഗുരുവായൂർ വന്നതും കൂടി. ഞാൻ പിന്നെയും 1-2 വട്ടമൊക്കെ പഠിക്കാൻ വേണ്ടി പോയെങ്കിലും അതങ്ങ് ശരിയായില്ല. ഇല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകില്ല. എനിക്കെന്തോ ശരിയായില്ല. ചെറുപ്പത്തിൽ ഉത്സവത്തിനോ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സ്ഥലം ഈ കളിപ്പാട്ട കടകളാണ്. അതേപോലെ തന്നെ ആരിയും ഡാനിയും ഇഷാനും നെയ്ത്തനും നന്ദും എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. എല്ലാവരും തോക്ക്, കത്തി, വടിവാള് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിക്കും എൻ്റെ ചേച്ചിക്കും അനിയനും ഞങ്ങൾക്ക് എല്ലാവർക്കും ആൺകുട്ടികളാണുള്ളത്. മൊത്തത്തിൽ 6 ആൺകുട്ടികളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അങ്ങനെ ഡാൻസ് പരിപാടി കഴിഞ്ഞു. നമ്മൾ ഹോട്ടലിലേക്ക് നടക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുന്നത്തൂർ കോട്ടയിൽ പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വന്ന് കാറിൽ കയറിയപ്പോഴാണ് നമ്മൾ പായസം വാങ്ങിച്ചിട്ടില്ല എന്ന് ഓർത്തത്. അപ്പോൾ പായസം വാങ്ങിക്കാൻ വേണ്ടി ചേച്ചിയും സനിയും കൂടി പോയി. ആ സമയത്ത് ഞങ്ങളിങ്ങനെ കാറിലിരുന്ന് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ചേച്ചിയുടെ മൂത്ത മോൻ ഇഷാൻ ഇച്ചു, അവൻ നന്നായി മിമിക്രി ചെയ്യും. ഇത്തവണ അവന് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പ്രൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ അവൻ്റെ ചെറിയ മിമിക്രി പരിപാടികളൊക്കെ ഇങ്ങനെ കാറിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയും സനിയും അവിടെ എത്തിയപ്പോഴേക്കും അമ്പലത്തിലെ പായസ കൊണ്ട് ക്ലോസ് ആയി. അതുകൊണ്ട് പായസക്കുതിനായ ഡാനിക്ക് പാൽപ്പായസം കുടിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഊണ് കഴിക്കാൻ കയറിയ സ്ഥലത്ത് പായസം ഉണ്ടായിരുന്നു. പുള്ളി ഒരു 3-4 പാത്രം പായസം അകത്താക്കി. ഊണ് കഴിഞ്ഞ് നമ്മൾ നേരെ പുന്നത്തൂർ കോട്ടയിൽ വന്നു. ഈ ഒരു പ്ലാൻ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. കുട്ടികളുള്ളതുകൊണ്ട് അവർക്ക് വലിയ ഇഷ്ടമാണ് ആനേനെ. നമ്മൾ മോസ്റ്റ്ലി എപ്പോൾ ഗുരുവായൂർ വന്നാലും ഇവിടെ വരാറുണ്ട്. പിന്നെ എനിക്കും ആനേനെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ ഒരു ആന, സീതക്കുട്ടി എന്ന് പറഞ്ഞൊരു ആന, ചോട്ടാനിക്കര അമ്പലത്തിലെ ആനയായിരുന്നു അതിപ്പോൾ ചരിഞ്ഞു. സീതക്കുട്ടി മോസ്റ്റ്ലി എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ വീട്ടിൽ വരും ഈ പനമ്പട്ട എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വരുന്നത് എപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്താണ്. അപ്പോൾ പുറത്തിരുന്ന ആൻറ്റി എനിക്കിങ്ങനെ ചോറ് വാരി തരുമ്പോൾ ഈ ആന പനമ്പട്ട എടുത്തിട്ട് ഇങ്ങനെ പോവും. അപ്പം അങ്ങനെ ഒരു ദിവസം അവിടെ ഇരുന്നപ്പോൾ അതിങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ നീട്ടി തന്നു ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് നമ്മൾ അതിനിങ്ങനെ വായിൽ ചോറ് കൊടുത്തു. അങ്ങനെ നമ്മൾ ആനകളെല്ലാം കണ്ടു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. സോ പോണേക്കാളും മുന്നേ കണ്ടോ, ഇവിടെ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അവന് മദപ്പാടാന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് മദപ്പാടുള്ള ഒരു ആനയെ കാണുന്നത്. നിങ്ങളും കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ്. അവനെ മാറ്റി നിർത്തിയേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. സോ ടിൽ വി മീറ്റ് അഗെയിൻ, കൊച്ചിക്കാരി സൈനിങ് ഓഫ്. ബൈ ബൈ.